ഓർഡർ ചെയ്യൂ, ഉടൻ വീട്ടിലെത്തും. എപ്പോ വേണോ അപ്പോ. സ്ലോപ്സ്. ഡൗൺലോഡ് ദി ആപ്പ് നൗ. മലപ്പുറത്ത് കോവിഷീൽഡ് വാക്സിൻ കിട്ടാനില്ല. കോവാക്സിൻ ആകട്ടെ പേരിന് മാത്രമാണുള്ളത്. ജില്ലയിൽ വാക്സിൻ ക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കോവിഷീൽഡ് ഇല്ലെങ്കിലും ആളുകൾ കോവാക്സിനോട് മുഖം തിരിക്കുകയാണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു. വ്യാഴാഴ്ചയാണ് കോവിഷീൽഡ് ജില്ലയിൽ തീർന്നത്. എന്നാൽ കോവിഷീൽഡ് പൂർണ്ണമായും തീർന്നെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയ 6 ജില്ലകളിൽ മലപ്പുറം ഉൾപ്പെട്ടിട്ടില്ല. 4 ദിവസം മുമ്പാണ് ജില്ലയിൽ 50,000 ഡോസ് വാക്സിൻ എത്തിച്ചത്. ഊർജിത വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇത് ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. കോവിഡ് 3ാം തരംഗ മുന്നറിയിപ്പുകളെ തുടർന്നാണ് 1 ഡോസ് വാക്സിനെങ്കിലും മുഴുവൻ പേർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ ഊർജിത വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിൽ 18 വയസ്സിന് മുകളിലുള്ള 26.74 ലക്ഷം പേർക്കാണ് ഇതുവരെ വാക്സിൻ നൽകിയത്. 20.12 ലക്ഷത്തോളം പേർക്ക് 1ാം ഡോസ് വാക്സിൻ നൽകി. 1ാം ഡോസ് വിതരണം പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും 15 ലക്ഷത്തോളം ഡോസ് വാക്സിൻ ലഭ്യമാക്കേണ്ടതുണ്ട്. കോവിഷീൽഡ് ആദ്യ ഡോസ് സ്വീകരിച്ച് 84 ദിവസം മുതൽ 112 ദിവസത്തിനുള്ളിലാണ് 2ാം ഡോസ് സ്വീകരിക്കേണ്ടത്. കോവാക്സിൻ ആദ്യ ഡോസ് എടുത്ത് 28 ദിവസം കഴിഞ്ഞ് 42 ദിവസത്തിനുള്ളിൽ 2ാം ഡോസും സ്വീകരിക്കണം. നിലവിൽ കോവിഷീൽഡ് 2ാം ഡോസ് ലഭിക്കുന്നതിന് കാലതാമസമുണ്ട്. ആശാപ്രവർത്തകർ മുഖേന 2ാം ഡോസ് ലഭിക്കേണ്ടവരുടെ കണക്കെടുത്ത ശേഷം ഇവർ മുഖാന്തരമാണ് വാക്സിൻ തീയതി അറിയിക്കുന്നത്. തുടക്കം മുതൽ കോവാക്സിന് ജില്ലയിൽ ആവശ്യക്കാർ കുറവാണ്. ഗൾഫ് രാജ്യങ്ങൾ കോവാക്സിൻ അംഗീകരിക്കാത്തതിനാൽ പ്രവാസികൾ കോവിഷീൽഡിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഈ പ്രചാരണം കോവാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണവും കുറച്ചു. കോവാക്സിൻ സ്വീകരിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും ഇരു വാക്സിനുകളും ഒരുപോലെ ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ ബോധവത്കരിക്കുമ്പോഴും വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിട്ടില്ല.